അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 15ാം പാഠം അൽ-ലിയാഫത്തു. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ അല്ല് പ്രവേശിച്ചത് കാരണം മഅരിഫിയാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല് പ്രവേശിച്ചത് കാരണം മഅരിഫിയാകുന്ന പല ഇനങ്ങളുണ്ട്. പല രൂപങ്ങളിലായി ഇതിനെ തരംതിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് തന്നെ പഠിക്കാം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ذات يوم دخل رجل علي ضيفا. ഒരാൾ ഒരു നാൾ എൻ്റെ അടുക്കൽ അതിഥിയായി വന്നെത്തി. അജ്ലസ്തു റജുല അലൽ കുർസി. ആ വ്യക്തിയെ ഞാൻ അതിഥികൾക്കുള്ള കസേരയിൽ ഇരുത്തി. അല്യൗമ കാന ഫീ ബൈത്തി മാ യുളാഫു ബിഹി. അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കാനുള്ള ഭക്ഷണം എൻ്റെ വീട്ടിൽ അന്നുണ്ടായിരുന്നു. വസനാത്തി ഇംറാത്തി ആയിഷത്തു തആമൻ ഹിയ അൽ മർഅത്തു. എൻ്റെ ഭാര്യ ആയിഷ കഴിക്കാൻ വേണ്ടത്രയുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അവളാണ് പെണ്ണ്. ഫാക്കൽന വ ഫരിഹന. അപ്പോൾ ഞങ്ങളത് ഭക്ഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. മുകളിൽ നിറം നൽകപ്പെട്ട ഇസ്മുകളെല്ലാം തന്നെ അല്ല് പ്രവേശിച്ചത് കാരണം മഅരിഫയായതാണ്. എല്ലാ ഇസ്മുകളിലേക്കും അല്ല് പ്രവേശിച്ചതായി കാണാം. ഈ അല്ല് പ്രവേശിച്ചത് മഅരിഫയാകാനുള്ള ഒരു കാരണമാണ്. അല്ല് എന്നത് അദാതു തഅരീഫ് ആണ്. അല്ല് എന്നത് ഒരു തഅരീഫിൻ്റെ ഒരു ഭാഗമാണ്. മഅരിഫയാകുന്നതിൻ്റെ ഒരു ഭാഗമാണ് അല്ല് എന്നുള്ളത്. മഅരിഫക്കുള്ള അല്ലിന് പല പ്രയോഗമുണ്ട്. അല്ല് പ്രവേശിച്ചതിലൂടെ പല രൂപത്തിലായി നമുക്ക് മാറാനും അത് പഠിക്കാനും കഴിയും. നമുക്ക് ഓരോന്നിൻ്റെയും വിശദീകരണം നോക്കാം. അല്ല് പ്രവേശിച്ച് മഅരിഫയാകുന്നതിൻ്റെ രൂപം. 1. അൽ ലിഅഹദിൻ ദിക്രിയൻ. ഒരിക്കൽ പറയപ്പെട്ടത് കൊണ്ട് അറിയപ്പെട്ടതാണ്. ഉദാഹരണം ദഖല റജുലുൻ അജ്ലസ്തു റജുല. ഇവിടെ ആദ്യം പറഞ്ഞു റജുലുൻ എന്നുള്ളത്. അതിനെ വീണ്ടും പറയുമ്പോൾ അൽ കൊടുത്താണ് പറഞ്ഞത്. ഇത് മഅരിഫയാക്കാൻ വേണ്ടിയാണ്. 2. അൽ ലിഅഹദിൻ ദിഹ്നിയൻ. ആന്തരികമായി അറിയപ്പെട്ടതിനെ അഥവാ ശ്രോതാവിന് അറിയുന്ന ഒരു നിർണിതമായതിനെ സൂചിപ്പിക്കുന്നത്. ദഹബൽ ഉസ്താദ്. ഉദാഹരണം ഇവിടെ ഉസ്താദ് എന്നുള്ളത് അറിയപ്പെട്ടതാണ്. അതിനെ അല്ല് കൊടുത്തു പറഞ്ഞു. അത് അൽ ലിഅഹദിൻ ദിഹ്നിയൻ എന്നതിന് വേണ്ടിയാണ്. ഇത് മഅരിഫയാക്കാൻ വേണ്ടിയാണ്. 3. അൽ ലി തഅരീഫിൽ ജിൻസി. ഒരു വിഭാഗത്തെ തരം തിരിച്ച് നിർണയിച്ച് സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്നത്. ഉദാഹരണം അർ റജുലു ഖൈറും മിനൽ മർഅത്തി. പുരുഷൻ എന്നുള്ളത് സ്ത്രീ എന്നുള്ള ഒരു വിഭാഗത്തേക്കാൾ ഖൈറാണ്. അത് ഒരു ജിൻസിനെ പറയുന്നതാണ്, ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്. 4. അൽ ലി ഇസ്തിഗ്റാഖിൽ ജിൻസി. ഒരു വർഗത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. ഇവിടെ അൽ ഇൻസാൻ എന്നുള്ളത് ഒരു ജിൻസിനെ, ഒരു വർഗത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നതല്ല, ഒരു വർഗത്തെക്കുറിച്ച് പറയുന്നതാണ്. 5. അൽ ലി ഇസ്തിഗ്റാഖിസ് സിഫാത്തി. ഒരു സവിശേഷ ഗുണത്തെ മൊത്തം സൂചിപ്പിക്കുന്നത്. ഉദാഹരണം ആയിഷത്തു ഹിയ അൽ മർഅത്തു. ഇവിടെ അൽ മർഅത്തു എന്നുള്ളത് ഇവിടെ ഒരു വിശേഷണമായിട്ടാണ് ഇവിടെ ആയിഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അഖ്സാമുൽ മുഅരിഫത്തി. അഖ്സാമു ഹൽ അൽ മുഅരിഫത്തി മാഹിയ. അല്ല് കൊണ്ട് മഅരിഫയാക്കപ്പെടുന്ന ഇനങ്ങൾ ഏതെല്ലാം? തകൂനു ലിഅഹദിൻ ദിക്രിയിൻ ഔ ലിഅഹദിൻ ദിഹ്നിയിൻ ഔ ലി തഅരീഫിൽ ജിൻസി ഔ ലി ഇസ്തിഗ്റാഖിൽ ജിൻസി ഔ ലി ഇസ്തിഗ്റാഖിസ് സിഫാത്തി. എന്നിങ്ങനെ 5 ഇനങ്ങളാണ്. അൽ ഖാമിസു മിൻ അൻവാഇൽ മഅരിഫി മാ ഹുവ. മഅരിഫിന്റെ ഇനങ്ങളിൽ 5ാമത്തേത് ഏതാണ്? അൽ മുഅറഫു ബി അൽ. അല്ല് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത്. ഈതി മിസാലൻ ലികുല്ലി വാഹിദിൻ മിമ്മാ യഅതി. താഴെ കൊടുത്ത ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ നൽകുക. അൽ ലിഅഹദിൻ ദിക്രിയിൻ ഒരു ഉദാഹരണം. അൽ ലിഅഹദിൻ ദിഹ്നിയിൻ ഒരു ഉദാഹരണം. അൽ ലി തഅരീഫിൽ ജിൻസി ഒരു ഉദാഹരണം. അൽ ലി ഇസ്തിഗ്റാഖിൽ ജിൻസി ഒരു ഉദാഹരണം. അൽ ലി ഇസ്തിഗ്റാഖിസ് സിഫാത്തി ഒരു ഉദാഹരണം. ഇതിൻ്റെ ഉദാഹരണവും അതിൻ്റെ രൂപവും നമുക്ക് നോക്കാം. 1. അൽ ലിഅഹദിൻ ദിക്രിയിൻ. ഒരിക്കൽ പറയപ്പെട്ടത് കൊണ്ട് അറിയപ്പെട്ടത്. ദഖല റജുലുൻ അജ്ലസ്തു റജുല.
2 അൽ-യഹ്ദിൻ ദിഹിനിയിൻ ആന്തരികമായി അറിയപ്പെട്ടതിന് അഥവാ ശ്രോതാവിന് അറിയുന്ന ഒരു നിർണിതമായതിനെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം ദഹബൽ ഉസ്താദ്. 3 അല്ലി താരീഫിൽ ജിൻസി ഒരു വിഭാഗത്തെ തരംതിരിച്ച് നിർണയിച്ച് സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്നത്. ഉദാഹരണം അർ-റജുലു ഖൈറും മിനൽ മർഅത്തി. 4 അൽ ഇസ്തിഗ്റാഖിൽ ജിൻസി ഒരു വർഗത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ. 5 അൽ ഇസ്തിഗ്റാഖി സിഫാത്തി ഒരു സവിശേഷ ഗുണത്തെ മൊത്തം സൂചിപ്പിക്കുന്നത്. ആയിഷത്തു ഹിയൽ മർഅത്തു. ഇതാണ് ഉദാഹരണം.